ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നും ഞാനൊരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഞാനൊരു 5 മണിക്ക് ശേഷം എഴുന്നേറ്റ് ജസ്റ്റ് ഫ്രഷായി. പിന്നെ ഞാൻ കുറച്ച് ടൈം പ്രാർത്ഥിക്കാനിരുന്നു. എല്ലാ ദിവസവും ഞാൻ ചെയ്യാറില്ല, പകലെപ്പോഴെങ്കിലുമൊക്കെയാണ് പ്രാർത്ഥിക്കാറുള്ളത്. പക്ഷേ നമ്മൾ രാവിലെ പ്രാർത്ഥിക്കുന്നതിൻ്റെ ആ ഒരു പോസിറ്റീവ് വൈബ് അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. എനിക്ക് നല്ല ഫീൽ ചെയ്തിട്ടുള്ള കാര്യമാണ്. എന്ന് വെച്ചാൽ നമ്മൾ രാവിലെ എണീറ്റിട്ട് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവും ദൈവത്തിനോട്. വിശ്വാസിയാണെങ്കിൽ ദൈവത്തിനോട് നമ്മുടെ പോസിറ്റീവായി നമുക്ക് കിട്ടിയ കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് നന്ദി പറയുക. അതൊക്കെ ഭയങ്കര ഒരു ഫീലാണ് കേട്ടോ. അപ്പം എല്ലാവർക്കും തന്നെ അറിയാമായിരിക്കും. മീൻസ് ഒരു വിശ്വാസമാണെങ്കിൽ അല്ലേ, പിന്നെ അത് പറഞ്ഞിട്ടേ അല്ല. അപ്പം ഞാൻ അങ്ങനെ രാവിലെ കുറച്ചൊരു 10 മിനിറ്റ് പ്രാർത്ഥിക്കാനെടുത്തു. പിന്നെ ജസ്റ്റ് ടു ഡു ലിസ്റ്റ് എഴുതി. ഞാൻ എന്തൊക്കെ കാര്യം ഇന്ന് ചെയ്ത് തീർക്കണമെന്ന് ജസ്റ്റ് എഴുതി വെച്ചിട്ട് ഇംഗ്ലീഷാണ് പഠിക്കാനിരുന്നത്. എന്താ ഞാൻ ഇംഗ്ലീഷ് രാവിലെ എടുക്കുന്നതെന്ന് വെച്ചാൽ ഇംഗ്ലീഷ് മാത്സ് അങ്ങനെ ഏതെങ്കിലും എടുക്കുന്നത് വെച്ചാൽ ഞാൻ രാവിലെ ചെറിയൊരു ഉറക്കച്ചടവിലായിരിക്കും കേട്ടോ. എന്ന് വെച്ചാൽ രാത്രിക്ക് ഫീഡ് ചെയ്യുന്നുണ്ട്, അധികം എനിക്ക് ഉറക്കം കറക്റ്റ് ആവുന്നില്ല. പിന്നെ ലേറ്റായിട്ടാണ് ഞാൻ കിടക്കുന്നതും. അപ്പം ഞാൻ ഇംഗ്ലീഷോ അപ്പോൾ അല്ലെങ്കിൽ മാത്സൊക്കെ ആണെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഒന്നുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുക. അതുകൊണ്ട് അതാണ് ഞാൻ എടുത്ത് നോക്കുക. പിന്നെ ഏകദേശം 6 മണി വരെ ഇരുന്ന് ഞാൻ അടുക്കളയിൽ കയറിയപ്പോൾ അത് പരിപാടികളൊക്കെ തന്നെ. എന്തൊക്കെയാണ് പാല് വെക്കുക, ചോറ് തിളപ്പിക്കാൻ വെച്ചു. പിന്നെ എന്താ ഞാൻ ചെയ്തത്, അപ്പോഴത്തേക്കും നേരം വെളുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ സാമ്പാറാണ് വെച്ചത്. സാമ്പാർ വെച്ചു. രാവിലെ ബീൻസ് ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതരിഞ്ഞു. പിന്നെ സാമ്പാറിനുള്ള കഷ്ണം ഞാൻ തലേദിവസം ക്ലീനാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. അത് ജസ്റ്റ് എടുത്തിട്ട് കഴുകി വെക്കേണ്ട വന്നിട്ടുള്ളൂ. പിന്നെ എന്നത്തെയും പോലെ തന്നെ ഞാൻ ഇന്നും ഇഡ്ഡലിയാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ കുറച്ചായിട്ട് ഞാൻ ഇഡ്ഡലി തന്നെയാണ് പിടിച്ചിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ മക്കൾക്ക് സ്കൂളിൽ ന്യൂട്രീഷനിസ്റ്റിൻ്റെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ പറഞ്ഞു, ആവിയിൽ വേവിക്കുന്ന പ്രത്യേകിച്ച് ഇഡ്ഡലി കൊടുക്കുന്നത് മക്കൾക്ക് കൊടുക്കുന്നത് നല്ലതാണ്. ജങ്ക് ഫുഡൊന്നും കൊടുക്കരുത് തീരെ, നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണല്ലോ. പിന്നെ ഇഡ്ഡലി എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ വേണ്ട ചില ബാക്ടീരിയകളുണ്ടല്ലോ, അതിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കുമെന്ന് കണ്ടപ്പോൾ പിന്നെ ഞാൻ ഫ്ലാറ്റായിട്ടോ. ഇത് കേൾക്കേണ്ട താമസം മക്കൾക്ക് ഇഡ്ഡലിനോട് താല്പര്യം ഉണ്ട് താനും. പിന്നെ പൊതുവേ ദോശയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ പിന്നെ ഇഡ്ഡലി കൊടുക്കാമെന്ന് ചോദിച്ചിട്ട്. പിന്നെ നമുക്ക് ഇത് അത്ര ബുദ്ധിമുട്ടില്ലല്ലോ, പിന്നെ പണി കുറച്ചുകൂടി ഈസിയാണ്. വെച്ചിട്ട് നമുക്ക് ബാക്കി പരിപാടികളൊക്കെ ചെയ്യാം. അങ്ങനെ ഞാനത് വെച്ച് അവരെ രാവിലെ വിളിച്ചെണീപ്പിച്ചു. പിന്നെ ചട്നി, മൂത്തയാൾക്ക് ചട്നി നിർബന്ധം. അപ്പോൾ പിന്നെ അതുണ്ടാക്കി. പിന്നെ ഞാൻ അതിന് ശേഷം അവരെ വിളിച്ചെണീപ്പിച്ച് അവർക്കുള്ള പാല് ഞാൻ എടുത്ത് വെച്ചതിന് ശേഷമാണ് അടിച്ച് വരാൻ ഇറങ്ങിയത്. പിന്നെ തലേദിവസം മഴയുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളുടെ ഇങ്ങോട്ടല്ല, പൊതുവേ മഴയുണ്ടായിരുന്നു. നമ്മുടെ ഇവിടെ റെഡ് അലർട്ടൊക്കെ ആയിരുന്നു കഴിഞ്ഞ ആഴ്ചയൊക്കെ. അപ്പം പിന്നെന്താ പറയുക, അതുകൊണ്ട് വേഗം അടിച്ച് വരച്ചിട്ട് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ കയറി വന്നപ്പോഴത്തേക്കും മമ്മി അവർക്ക് ഇഡ്ഡലി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു പണി എനിക്ക് ഈസിയായി. പിന്നെ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഞാൻ പള്ളിയിൽ പോകണില്ല എന്ന് വെച്ചാൽ മമ്മിയും പിള്ളേരും പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർക്കുള്ള 8:30 പോകേണ്ടതുകൊണ്ട് തന്നെ തിരക്കൊക്കെ തന്നെയാണ് നമുക്ക്. ഞായറാഴ്ച എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ അവരെ ഞാൻ റെഡിയാക്കി വിട്ടു കേട്ടോ. പിന്നെ അടുത്ത അംഗമെന്ന് വെച്ചാൽ ചേട്ടായിനെ പറഞ്ഞു വിടേണ്ടതായിരുന്നു. അങ്ങനെ അവർ പോയതിന് ശേഷം ഞാൻ ചേട്ടായിക്കുള്ള ഹസ്ബൻഡിനുള്ള ചായയൊക്കെ റെഡിയാക്കി. അപ്പോൾ ഇവർ വിടലൊരു മല്ല് തന്നെയാണ് കേട്ടോ. പിന്നെ എന്നും വിടുന്ന പോലെ സ്കൂളിൽ ഒരുക്കി വിടുന്ന അത്രയും ഒരു ബുദ്ധിമുട്ടില്ല എന്ന് മാത്രം. കാരണം ടിഫിൻ അങ്ങനത്തെ പരിപാടിക്കൊന്നും പോകണ്ടായില്ല. അപ്പോൾ അവർ പോയതിന് ശേഷം ഞാൻ മോളെന്തൊക്കെ നോക്കി. അപ്പോൾ അവൾ നല്ല ഉറക്കം, പക്ഷേ കട്ടിലേലാട്ടോ കിടന്നുറങ്ങുന്നത്. അപ്പോൾ അന്നേരം ചിലപ്പോൾ ഹസ്ബൻഡിനുള്ള ചായയൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഹസ്ബൻഡ് രാവിലെയും രാത്രിയൊക്കെ ചപ്പാത്തി ആട്ടോ കഴിക്കുക. അപ്പോൾ ചപ്പാത്തിയും പിന്നെ ഇന്നലത്തെ ചെറുപയർ കറിയപ്പോൾ അത് മതി എന്ന് പറഞ്ഞു. അപ്പോൾ അതും ചൂടാക്കി കൊടുത്തു. പിന്നെ ടിഫിൻ റെഡിയാക്കാനായിട്ട് കഴുകാൻ വന്നപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, ഞാൻ അവിടെ ഇവിടെയൊക്കെ മണി പ്ലാന്റ് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു ശീലമുണ്ട് കേട്ടോ. എനിക്കല്ല കുറേ പേർ കൊണ്ടുവന്നത്. അപ്പോൾ പറഞ്ഞു ഇതൊക്കെ കരിഞ്ഞല്ലോ, അപ്പോൾ അതൊന്ന് വെള്ളമൊഴിച്ച് വെച്ചതാട്ടോ, വെള്ളം കുറവായിരുന്നു. അങ്ങനെ ഹസ്ബൻഡ് പോയതിന് ശേഷം ഞാൻ വന്നു. അപ്പോൾ രാവിലെ അവിടെ ഇവിടെയൊക്കെ ലൈറ്റ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലൈറ്റൊക്കെ കെടുത്തി നിന്നിട്ട് ഞാൻ വന്ന് നോക്കുമ്പോൾ കള്ളിപ്പെണ്ണ് നല്ല ഉറക്കമാണ്, അവൾ എണീറ്റിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ചായ കുടിച്ചേക്കാം. രാവിലെ 5:30 എണീറ്റത്, 5:30 5 മണിക്ക് എണീറ്റതാണ്. പിന്നെ 8:30 ആയിട്ട് ഇപ്പോഴാണ് ചായ കുടിക്കുക, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക. എനിക്ക് സമയം കിട്ടില്ല കേട്ടോ. വേണമെങ്കിൽ സമയം ഉണ്ടാക്കാം, പക്ഷേ എനിക്ക് കിട്ടില്ല. ഹസ്ബൻഡ് എപ്പോഴും എന്നോട് പറയും, നീ രാവിലെ എണീറ്റ് നിനക്ക് വേണ്ട ഭക്ഷണം വയറ് നിറച്ച് കഴിച്ചിട്ട് നീ പരിപാടി ചെയ്താൽ മതിയല്ലോ എന്ന് പറയും. പക്ഷേ ഞാൻ എപ്പോഴും വിചാരിക്കും ചിലപ്പോൾ ഒരു ഗ്ലാസ് ചായ കുടിക്കാൻ സമയം കിട്ടും, ചിലപ്പോൾ അതിനും കിട്ടില്ല. അതെന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. അപ്പോൾ ഞാൻ വെച്ചാൽ വേഗം ചായ കുടിച്ചിട്ട് എന്താണെങ്കിലും മോള് ഉറങ്ങുമല്ലേ, ആ സമയത്ത് വേഗം പരിപാടികളൊക്കെ കഴിക്കുകയാണെങ്കിൽ ഇരുന്ന് പഠിക്കാമല്ലോ. അങ്ങനെ ഞാൻ വിചാരിച്ച് വേഗം അടിച്ചു വരും കേട്ടോ. അപ്പോൾ എല്ലാവരും അടിച്ചു വാരി. പിന്നെ അടിച്ചു വാരി ഞാൻ ഡെയിലി എല്ലാ ദിവസവും തന്നെ ഞാൻ പരമാവധി തുടയ്ക്കാൻ ശ്രമിക്കാറുണ്ട്. എന്ന് വെച്ചാൽ മോള് കുഞ്ഞല്ലേ, അവൾ നടക്കുന്നില്ല. അവൾ നടക്കാൻ തുടങ്ങിയെങ്കിലും ഇടയ്ക്ക് ഇങ്ങനെ നീന്തുകയൊക്കെ ചെയ്യും. അപ്പം നീറ്റാക്കി ഇടണം. അപ്പോഴത്തേക്കും ഉണ്ട് അവൾ ഞെരങ്ങിക്കൊണ്ട് എണീറ്റ്. പിന്നെ പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റില്ല, കുറച്ച് തുണി അലക്കാണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇറങ്ങിയില്ല കേട്ടോ. മോള് കട്ടിലേലാണല്ലോ കിടന്നുറങ്ങുന്നത്. അപ്പോൾ എനിക്ക് പേടിയാവും, അവൾ ചിലപ്പോൾ അവളുടെ ഒരു ഇതിന് ഇറങ്ങിയൊക്കെ ശ്രമിക്കുകയും ചെയ്യും, താഴെ കിടക്കുകയും ചെയ്യും. അതുകൊണ്ട് ഞാൻ പോയില്ല. അപ്പോഴത്തേക്കും പിന്നെ അവളെ എണീറ്റു കേട്ടോ. പിന്നെ അവളെയും വെച്ചിട്ടാണ് ബാക്കി അടുക്കളയൊക്കെ അടിച്ചു വാരിയതും തുടച്ചപ്പോൾ ഞാൻ വാക്കറിൽ വിട്ട് പുള്ളിക്കാരി അതിൽ നടക്കുന്നില്ലായിരുന്നു. പിന്നെ മോക്കുള്ള ഭക്ഷണം കൊടുക്കുക വെച്ചു. അപ്പം ഇഡ്ഡലി കൊടുത്തിട്ട് കഴിച്ചില്ലായിരുന്നു. ഞാൻ വെച്ചാൽ കുറച്ച് ചോറ് കൊടുക്കാമെന്ന്. പിന്നെ അവിടെ അവളുടെ ഫീഡിങ് ബോട്ടിലിൻ്റെ ഒരു സ്പൂണല്ലേ, ഫീഡിങ് സ്പൂണില്ലേ, അത് പൊട്ടിപ്പോയിട്ടോ. ഇപ്പോൾ അതൊരെണ്ണം വാങ്ങണം. അപ്പോൾ എന്ത് ചെയ്തു, കുറുക്ക് ആണ് ഞാൻ ഒരുവിധം ഞാൻ പറഞ്ഞില്ല കുത്തിപ്പിടിച്ച് ഞാൻ കുറുക്കാണ് കൊടുത്തുകൊണ്ടിരുന്നത്. എനിക്ക്
അപ്പോഴേക്കും അവൾക്ക് എന്തെങ്കിലും കൊടുത്തില്ല ഒരു സമാധാനമില്ല. പക്ഷേ എന്താ പറയുക, അത് പൊട്ടിപ്പോയിട്ടോ. അപ്പോൾ പിന്നെ അതൊരെണ്ണം വാങ്ങണം, മണ്ട വാങ്ങാമെന്നാണ് ഹസ്ബൻഡ് പറഞ്ഞത്. അപ്പോൾ പിന്നെ അവൾക്ക് കുറച്ച് ചോറ് 2 വറ്റേ കഴിക്കത്തുള്ളൂ. എന്നാലും എനിക്ക് എന്തോ ഒരു കൊടുത്ത സമാധാനം എന്താണെന്നുള്ളത് കൊടുക്കാതെ വന്നിരുന്നാൽ എത്രയാണ് എനിക്കൊരു സമാധാനം കിട്ടില്ല. അപ്പോൾ അതൊക്കെ കൊടുത്തിട്ട് പിന്നെ ഞാൻ കുറച്ച് അല്ലാത്ത പരിപാടിയുള്ളൂ. അപ്പോൾ അതവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചു. ഇപ്പം മൂത്താൾ അവരൊക്കെ വരുമ്പോഴത്തേക്ക് എന്നാൽ പഠിച്ചേക്കാന്ന് വെച്ചാൽ അങ്ങനെ കുറച്ച് ടൈം ഞാൻ പഠിച്ചതിന് ശേഷം പിന്നെ മോളെ കുളിപ്പിക്കുക. എല്ലാ ദിവസവും തല കഴുകാറില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്താണ് മൊത്തത്തിൽ കുളിപ്പിക്കാൻ വെച്ചിട്ട് അവളെ കുളിപ്പിക്കാനായിട്ട് ഞാൻ ഇലയൊക്കെ ഇട്ടിട്ടോ, മുഞ്ഞേൻ്റെ ഇല, പനിക്കൂർക്ക, അമ്മമാർക്കൊക്കെ അറിയായിരിക്കും പനിക്കൂർക്കയും തുളസി ഇതൊക്കെ ഇട്ടിട്ടാണ് കുളിപ്പിക്കുക. അത് അപ്പോൾ ചെറുപ്പം മുതലേ അവരെല്ലാവരെയും അങ്ങനെ ഇട്ട് ശീലിപ്പിച്ച് അത് തന്നെയാണ് ഞാനും ചെയ്തത്. പുറത്താണ് കുളിപ്പിക്കുന്നത്. ഞാൻ എന്താ ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഇതെന്താ ഡ്രസ്സൊക്കെ മാറ്റാതാണ് എണ്ണ തൂക്കുന്നതെന്ന്? ഡ്രസ്സ് മാറ്റാണ്ട് എണ്ണ തൂക്കുന്നതല്ല കേട്ടോ. ഡ്രസ്സ് കുഞ്ഞു മക്കൾക്കാണെങ്കിലും പിന്നെ ഹാഫ് നേക്കഡ് ആണെങ്കിൽ പോലും ബാനായിപ്പോവും, ബാൻഡെല്ലാം റിമൂവ് ആയിപ്പോവും നമ്മുടെ വീഡിയോസ്. പിന്നെ നമ്മൾ കഷ്ടപ്പെട്ട് വീഡിയോ ഒക്കെ ചെയ്തിട്ട് അത് ബാൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. എൻ്റെ ഒരു ഫ്രണ്ടിന് അങ്ങനെ പറ്റിയിട്ട് അത് പിന്നെ അതുകൊണ്ടാട്ടോ ഞാൻ അങ്ങനെയാണ്. ശരിക്കും നമ്മൾ കുഞ്ഞു മക്കൾക്ക് ഡ്രസ്സ് ഇതാക്കിയിട്ടാണല്ലോ എണ്ണയൊക്കെ തൂത്ത് കൊടുക്കുക. പിന്നെ ഞാൻ വിചാരിച്ചെന്ന് കുറച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കാമെന്ന്. അപ്പം ഞാൻ പറഞ്ഞില്ലേ ആ ഒരു ക്ലാസ് കേട്ടതിന് ശേഷം ജങ്ക് ഫുഡ് കൊടുക്കരുത്, ബേക്കറി ഐറ്റംസ് കൊടുക്കരുത് എന്നൊക്കെ കേട്ടേ. പിന്നെ ഞാൻ പറഞ്ഞു ചേട്ടാ ഒന്നും വാങ്ങണ്ട, ബേക്കറി ഐറ്റംസ് ഒന്നും വാങ്ങണ്ട, നമുക്ക് ഇവിടെ തന്നെ ഉണ്ടാക്കിയാൽ മതിയല്ലോ പച്ചരി വെച്ചിട്ട് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ വെച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കാം. അപ്പോൾ കുറച്ച് ദിവസം മുന്നേ ഞാൻ ഉണ്ടാക്കിയത് അത് കഴിഞ്ഞു. പിന്നെ അധികം ദിവസം വെക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് ഉണ്ണിയപ്പം ഞാൻ കലക്കി വെച്ചിട്ട് പിന്നെ നമ്മുടെ പതിവ് പരിപാടി എന്താണ്, പുറത്തോട്ട് ഇറങ്ങുക, കഞ്ഞിക്ക് തൊട്ട് കുളിക്കുക, വെള്ളം വെക്കുക. പിന്നെ ഞാൻ നോക്കുമ്പോൾ വിറകൊക്കെ നല്ല മുട്ടൻ വിറക്, അങ്ങനെ അതോടെ അടുപ്പത്ത് വെച്ചാൽ അതവിടെ ഇരുന്ന് പുകയത്തേ ഉണ്ടാവുള്ളൂ. ഞാൻ എന്ത് ചെയ്തു, ഒരംഗം തന്നെ നടത്തി. കോടാലിയും വിറകുമായിരുന്നു എൻ്റെ അടുത്ത അംഗം എന്ന് പറയുന്നത്. ശരി കാര്യം പറയട്ടെ, ഇതിൽ ഞാൻ എക്സ്പെർട്ട് അല്ലാത്തതുകൊണ്ടാണെന്ന് തോന്നും അങ്ങോട്ടും ഇങ്ങോട്ടും തത്തി കളിക്കാറ്. ഞാനൊരു സ്ഥലത്തേക്ക് കോടാലി നിൽക്കുക, വിറകിൻ്റെ പാട്ടിന് പോകണം. അങ്ങനെ ഒരു വിധത്തിൽ ഞാൻ വിറക് 2-3 കൊള്ളിയൊക്കെ കൊത്തി ഒപ്പിച്ചു. അത് കഴിഞ്ഞ് പിന്നെ എന്താ, ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്ന എണ്ണ തൂത്തിട്ട് പിന്നെ ഞാൻ വിചാരിച്ചു വൈകുന്നേരം എനിക്ക് പഠിക്കാൻ ഒട്ടും ടൈം വീട്ടിലെന്താ ഉണ്ണിയപ്പം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന എനിക്കറിയാം ഞാൻ കുറേ ടൈം എടുക്കുന്നു. ഞാൻ വെച്ച് എണ്ണ വെച്ചല്ല, എന്നാൽ പിന്നെ എണ്ണ വെച്ച് എന്താണെങ്കിലും കുറച്ച് ടൈം ഇരിക്കണം കേട്ടോ. അതാണ് ഞാൻ ഈ എണ്ണ വെച്ചിട്ട് കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു എണ്ണ വെച്ചിട്ട് തലനീര് ഇറങ്ങുന്നത് ശരിയാന്ന് തോന്നിയിട്ട്. എനിക്ക് എപ്പോഴും ജലദോഷമാണ്. അപ്പോൾ പിന്നെ ഞാൻ വൈകുന്നേരം ആയതുകൊണ്ട് അങ്ങനെ വെയിൽ കൊള്ളാറില്ല, പക്ഷെ പണികളെടുക്കാറുണ്ട് തലയിൽ എണ്ണ വെച്ച്. കാരണം ആ എണ്ണ വെച്ചിട്ട് 1/2 മണിക്കൂറെങ്കിലും ഇരിക്കണം. അപ്പം ഞാൻ എണ്ണ വെച്ചിട്ട് എന്ത് ചെയ്തു, ആ സമയത്ത് കുറച്ച് നേരം പഠിച്ചു. കാരണം അതും രണ്ടാമത്തെ ആൾ പുറത്ത് കളിക്കുന്നുണ്ട്. അപ്പോൾ റോഡ് സൈഡ് ആയതുകൊണ്ട് എനിക്ക് നല്ല പേടി. മക്കൾ പുറത്തുണ്ടെങ്കിൽ ഞാൻ പരമാവധി ഞാനും പുറത്തിരിക്കാൻ ട്രൈ ചെയ്യും. എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര പേടി. നമ്മൾ ഓരോ സ്ഥലത്ത് ഇങ്ങനെ കേട്ടിട്ടില്ലേ, പിന്നെ എന്താ പറയുക, അങ്ങനെ കാണാണ്ട് പോയി എനിക്ക് അങ്ങനെയൊക്കെ അങ്ങനെ പെട്ടെന്ന് പേടി വരും കേട്ടോ. അപ്പം ഞാൻ പുറത്ത് തന്നെ ഇരിക്കും. അതിനുശേഷം പിന്നെ ഞാൻ മമ്മി അയൽക്കൂട്ടത്തിന് പോയിട്ട് വന്നപ്പോൾ ഒരു ചെടി കാണുന്നുണ്ടാവും. എനിക്ക് ചെടീനോടൊക്കെ നല്ല താല്പര്യമുണ്ട്. ഇപ്പം ചെടിയൊന്നും ഞങ്ങൾക്കില്ല കേട്ടോ. മീൻസ് എനിക്ക് ശ്രദ്ധിക്കാൻ സമയമില്ല, ഒട്ടും ഇല്ല കേട്ടോ. എന്നാലും എനിക്ക് എന്താ പറയുക ഭയങ്കര ഇഷ്ടമാണ് ചെടീനോട്. അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ 2-3 ബോഗൺവില്ലയൊക്കെ നട്ടിട്ടുണ്ട്. അന്നേരം എന്താ പറയുക, ആ 2 ചെടിയൊക്കെ നട്ട് പിന്നെ കുറേ പുല്ല് വീണ്ടും ഞാനും ഹസ്ബൻഡും കൂടി ചേർന്ന് നല്ല രീതിയിൽ മുറ്റും പരിസരമൊക്കെ വൃത്തിയാക്കിയതായിരുന്നു. പക്ഷേ പിന്നെയും കാടായിട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ കാടൊക്കെ 2 പറിക്കുക, എന്നിട്ട് ഒരാളോട് വീഡിയോ പിടിച്ചു തരുമെന്ന് വെച്ചപ്പോൾ മൂത്തയാൾ എന്ത് ചെയ്തു, തല തിരിച്ച് മറിച്ചൊക്കെ പിടിച്ചു തന്നു. പിന്നെ ഞാൻ അങ്ങനെ ഇരിക്കട്ടെ, എഡിറ്റ് ചെയ്തിട്ട് അത് റെഡി ആയില്ല. പിന്നെ അവസാനം കുറച്ച് കഴിഞ്ഞപ്പോൾ ചേട്ടൻ വന്നു. പിന്നെ ഞാൻ പുല്ലുവറ അവിടെ നിർത്തി, അത് പതുക്കെ പറിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. വേറെ വഴിയില്ല, ഇതെല്ലാം കൂടെ എനിക്ക് പറ്റത്തില്ല, സത്യം അതാണ്. പിന്നെ ഞാനുണ്ടായിരുന്ന തുണി അലക്കിയപ്പോൾ മറ്റവൻ എൻ്റെ പുറകെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ വീഡിയോ എൻ്റെ ഹസ്ബൻഡായിട്ട് പിടിച്ചെന്ന്. വൈകുന്നേരം കുളിയൊക്കെ കഴിഞ്ഞ് വീണ്ടും നമ്മൾ എന്തിലേക്ക് കിടന്നു, ഉണ്ണിയപ്പം ഉണ്ടാക്കൽ. ഉണ്ണിയപ്പം ഇത് കണ്ട് നിങ്ങൾ ഈ ചേച്ചി കൊള്ളാലോ, ഇത് എപ്പോഴും ഇങ്ങനെ ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കുന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത്. ഇതൊരു 3-ാമത്തെ തവണ ഉണ്ടാക്കുന്നത്. ഇതിന് മുന്നൊന്നും അങ്ങനെ ഉണ്ടാക്കലൊന്നുമില്ല കേട്ടോ. പക്ഷേ നമ്മളെല്ലാം ട്രൈ ചെയ്യണം അല്ലേ, നമ്മൾ സെൽഫ് സഫിഷ്യൻ്റ് ആയിരിക്കണം അല്ലേ എല്ലാ കാര്യത്തിലും. എന്ന് വെച്ചാൽ നാട്ടിൻപുറമാണെങ്കിൽ നാട്ടുപുറമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സെൽഫ് സഫിഷ്യൻ്റ് ആയിരിക്കണം. അല്ലെങ്കിൽ അല്ലാത്ത ടൗണൊക്കെ ഏരിയയിലാണെങ്കിൽ ആ രീതിയിൽ എല്ലാ രീതിയിലും നമ്മളെ ആരും പറയരുത്. അവർക്കൊന്നും അറിയില്ലല്ലോ എന്നൊരിക്കലും ആരും പറയരുത്. ഇവിടെ മിടിക്കാനുള്ളവർക്ക് എല്ലാം അറിയണമല്ലോ എന്ന് അങ്ങനെ ഒരു ഇതിൽപ്പെട്ട ആളാട്ടോ ഞാൻ. അപ്പം ഞാനെന്ത് വിചാരിച്ചു എന്നല്ല, അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെ ഓരോന്ന് ട്രൈ ചെയ്ത്. ചിലതൊക്കെ ചീറ്റിപ്പോവും, ചിലതൊക്കെ സക്സസ് ആകാറുണ്ട്. പിന്നെ എന്താ പതിവ് പോലെ തന്നെ ചപ്പാത്തി ഉണ്ടാക്കി.
ചപ്പാത്തി ഉണ്ടാക്കിയതിന് ശേഷം എന്ത് ചെയ്തപ്പോഴത്തേക്കും അതുപോലെ തന്നെ കഴിഞ്ഞ എൻ്റെ ഡേ ഇൻ മൈ ലൈഫിൽ എന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഹസ്ബൻഡ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഹസ്ബൻഡാണ് എന്താ പറയുക വീഡിയോ എടുക്കുന്ന ദിവസം എനിക്ക് ഒട്ടും ടൈം കിട്ടാറില്ല കേട്ടോ. അപ്പോൾ പഠിപ്പിക്കുന്ന ആൾ ഹസ്ബൻഡ് തന്നെയാണ്. അപ്പോൾ ചേട്ടായി പഠിപ്പീരും കഴിഞ്ഞ് വന്നിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്ന് ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പോൾ അതുപോലെ തന്നെ 10 മണിയൊക്കെ ആയപ്പോഴാണ് ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിരുന്നത്. അപ്പോൾ മോൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. തന്നെ മോൾ എൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ എക്സാം ഞാൻ ഡെയിലി ചെയ്ത് നോക്കാറുണ്ട്. അത് ചെയ്തില്ലെങ്കിൽ എനിക്കൊരു സമാധാനക്കേടാ. എനിക്ക് അറിയുന്നത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ ഇതിൽ. അപ്പോൾ ജസ്റ്റ് എക്സാമൊക്കെ എഴുതി നോക്കി അത് കഴിഞ്ഞ് മോൾ ഉറക്കാൻ വിചാരിച്ചു. ഇപ്പോഴെന്തൊരു മധുരം ചുണ്ടത്ത് ചാന്ത് കുടഞ്ഞൊരു സൂര്യ മാനത്ത് മുത്തുപൊഴിഞ്ഞൊരു നാണം തീരത്ത് നെഞ്ചുടു നിശ്വാസത്തിൻ കാറ്റത്ത് നിന്നിലെ നിന്നെ അറിഞ്ഞീ അരികത്ത് അത് കുടഞ്ഞൊരു സൂര്യൻ മാനത്ത് മുത്തുപൊഴിഞ്ഞൊരു നാണം തീരത്ത് കോളെല്ലാൻ പോകും തീര പങ്കായം മെല്ലെ വീശി നീ നിന്റെ തോണി ഏറി പോകാമോ നല്ലൊരു നാളിൽ ഓമൽ പൂന്താലിയുമായി അന്നെൻ്റെ പൊന്നരയൻ അന്തി മയങ്ങി മയങ്ങണ നേരത്ത് കൺമണി നീയൻ വലയിൻ പൊൻമുത്ത് ചാന്ത് ഉടഞ്ഞൊരു സൂര്യൻ മാനത്ത് കൊഴിഞ്ഞൊരു നാണം തീരത്ത്. സിനിമാ പാട്ട് പാടി മക്കളെ ഓർക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഗേസ്? ഞാൻ അതിൽപ്പെട്ട ആളാണ്. എൻ്റെ പാട്ട് കേട്ട് മോൾ ഈ അമ്മനെ കൊണ്ട് തോറ്റു എന്നുള്ള രീതിയിൽ ഉറങ്ങി കേട്ടോ. ഉറങ്ങിയതിന് ശേഷം ഞാൻ പിന്നെ ഞാനത് മൊത്തം കംപ്ലീറ്റ് ചെയ്തില്ലായിരുന്നു. ശരിക്കും എക്സാം എനിക്ക് കണ്ടിന്യൂസ് എഴുതാൻ പറ്റില്ല. ബാക്കി പിന്നീടാണ് ചെയ്തത്. പിന്നെ ഞാൻ കണക്കാണ് നോക്കി കേട്ടോ. എന്താണെന്നറിയില്ല, ഇന്ന് എനിക്ക് 11 മണിയായപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് ഉറക്കം വരുന്നത്. കണക്ക് നോക്കിയോന്ന് ചോദിച്ചാൽ നോക്കിയില്ലെന്ന് വെച്ചില്ല, ഒരു രീതിയിലാട്ടോ പോയത്. കുറേ നേരമൊക്കെ ഞാൻ ഇരുന്ന് ഉറങ്ങി. ഒന്ന് സത്യത്തിൽ എനിക്ക് ഡൗട്ടുണ്ട്, കാരണം എനിക്ക് അത്രയ്ക്ക് ഉറക്കക്ഷീണമായിരുന്നു. മോളെന്നെ തീരെ ഉറക്കാറില്ല. അങ്ങനെ ഒരു വിധത്തിൽ ഞാൻ പഠിച്ച് ഇന്നത്തെ എൻ്റെ ദിവസം ഞാൻ അവസാനിപ്പിച്ചു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ നിങ്ങളുടെ കമൻറ്റ്, കഴിഞ്ഞ വീഡിയോയിൽ എനിക്ക് നല്ല കമൻറ്റ് ഉണ്ടായിരുന്നു. മീൻസ് കുറച്ച് വ്യൂസൊക്കെ കിട്ടി. എനിക്കങ്ങനെ കമൻറ്റൊന്നും സാധാരണ വീഡിയോസിൽ കിട്ടാറില്ല. പക്ഷേ അതൊക്കെ ഇനി ഒത്തിരി സന്തോഷം ഉണ്ടാക്കുന്നതിന് കുറേ പേര് നമ്മുടെ ചുറ്റുപാട് നമ്മളെ ആരൊക്കെയോ സപ്പോർട്ട് ചെയ്യുന്ന പോലെ നമ്മളെ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ആരൊക്കെയോ ഉണ്ടെന്നൊക്കെ ഒരു തോന്നലുണ്ടായി. അപ്പം ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലൊക്കെ നമുക്ക് ക്ലിയർ ചെയ്യുക. അതിലൂടെയല്ലേ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റത്തുള്ളൂ, കമൻറ്റിലൂടെ. അപ്പം നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ഇത്രയൊക്കെ തന്നെ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങളുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള വീഡിയോസാണ് വേണ്ടത്, ഡേ ഇൻ മൈ ലൈഫ് വേണേൽ അങ്ങനെ അത് നിങ്ങൾ പറയുകയാണെങ്കിൽ ആ രീതിയിലൊക്കെ വീഡിയോസ് ചെയ്യുക. അപ്പം നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.